ചൈന യു.എസിനെതിരെ റഷ്യയും ഉത്തരകൊറിയയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്നും ഏറ്റവും ശക്തമായ സൈന്യം യു.എസിൻ്റേതാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക രംഗത്തെ മികവും സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ആരോപണം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് സൈന്യത്തിനെതിരെ നേടിയ വിജയത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചൈന സൈനിക പരേഡ് നടത്തിയത്. പരേഡിൽ പുതിയ ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് ആയുധങ്ങൾ എത്തിക്കാനുള്ള പുതിയ റോഡ് ബൗണ്ട് മിസൈൽ, പുതിയ ലേസർ ആയുധം, റോബോട്ടിക് ഡോഗ്, ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ നിരവധി പുതിയ സൈനിക ഹാർഡ്വെയറുകൾ ചൈന പ്രദർശിപ്പിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ എന്നിവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള സൗഹൃദം ഉലയുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശിക്കാനെത്തുകയും ചെയ്തു. ഇതെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. റഷ്യയും ഉത്തര കൊറിയയും ചേർന്ന് US-നെതിരെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഗൂഢാലോചന നടത്തുകയാണെന്ന് ട്രംപ് ആരോപിച്ചു. US-നെതിരെ ഗൂഢാലോചന നടത്തുന്നതിന് എന്റെ ഊഷ്മളമായ ആശംസകൾ വ്ളാഡിമിർ പുടിനെയും കിം ജോങ് ഉന്നിനെയും അറിയിക്കുക എന്ന് ഷിയെ അഭിസംബോധന ചെയ്ത ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അധിനിവേശ ജാപ്പനീസ് സേനയെ പുറത്താക്കുന്നതിൽ US നൽകിയ പിന്തുണയെ നിസാരവൽക്കരിച്ചുകൊണ്ട് യുദ്ധകാല ചരിത്രം തിരുത്തിയെഴുതാനാണ് ചൈനയുടെ ശ്രമമെന്നും അതിൽ അതൃപ്തിയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒട്ടേറെ അമേരിക്കക്കാർ ചൈനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ടെന്നും അവരുടെ ധീരതയും ത്യാഗവും അർഹിക്കുന്ന വിധത്തിൽ സ്മരിക്കപ്പെടണമെന്നും ട്രംപ് കുറിച്ചു. ചൈനീസ് ജനതയ്ക്ക് ആശംസ അറിയിക്കുവാനും ട്രംപ് മറന്നിട്ടില്ല. തനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലെന്നും രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഞങ്ങളുടേതാണ്. അവർ ഒരിക്കലും ഞങ്ങൾക്കെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.